പരമ്പരാഗതമായി നോക്കി കഴിഞ്ഞാൽ ഓരോ സാമ്പിൾ വെടിക്കെട്ടും ഈ വൈവിധ്യങ്ങൾ, സസ്പെൻസ് ഇതൊക്കെ ചാലിച്ചിട്ടുള്ള ഒരു സമന്വയമാണ്. അപ്പോൾ ഇത്തവണ അത് നന്നായിട്ട് കാണാൻ കഴിയും. ഇന്ന് അവധി ദിവസം കൂടിയാണ്. കാരണം കൂടുതൽ ആളുകൾ എത്തുമ്പോൾ അവർക്ക് മിഴിവാർന്ന ഒരു അനുഭവമായി മാറുമല്ലേ ലിഷോയ്? തീർച്ചയായും. അതായത് ഇന്നിപ്പോൾ ഞായറാഴ്ചയാണ്. സാധാരണഗതിയിൽ സാമ്പിൾ വെടിക്കെട്ടിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. അതായത് പൂരം വെടിക്കെട്ടിനേക്കാൾ കൂടുതൽ തൃശ്ശൂരുള്ള ആളുകൾ കാണുന്ന ഒരു വെടിക്കെട്ടാണ്. അതായത് ഇത് അധികം വൈകാതെയാണ്. സാധാരണ പൂരം വെടിക്കെട്ട് നടക്കുക പുലർച്ചെ 3 മണി 3:30-ക്കൊക്കെയാണ്. അതിന് ഒരുപക്ഷെ 3:30 എന്ന് പറഞ്ഞ സമയത്തിന് അത് കുറച്ചുകൂടി മാറി ഒരു 4 മണി 4:30 വരെയൊക്കെ ആവാറുണ്ട്. അത് സാധാരണഗതിയിൽ എല്ലാ വർഷവും നടക്കാറുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ആ ഒരു സമയത്ത് സാധാരണഗതിയിൽ സ്ത്രീകളുടെയും ഒക്കെ പങ്കാളിത്തം വളരെ കുറവാകാറുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ പരിസരത്തുള്ള ആളുകൾക്കൊക്കെ അധികം എത്താനായുള്ളൊരു സമയം, അത് ആ ഒരു സമയക്രമത്തിൻ്റെ ഒരു വ്യത്യാസം അത് വലിയ തോതിൽ ബാധിക്കാറുമുണ്ട്. പക്ഷേ സാമ്പിൾ വെടിക്കെട്ട് എന്ന് പറയുമ്പോൾ അത് വലിയൊരു എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയത്ത് 7 മണി 7:30 സമയത്ത് ഇങ്ങോട്ടേക്ക് എത്തുക എന്ന് പറയുന്നത് ആർക്കും അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. തിരികെ പോകാനായാലും തൃശ്ശൂർ ടൗണിലേക്കായാലും തിരികെ പോകാനായൊന്നും അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അപ്പോൾ സാമ്പിൾ വെടിക്കെട്ടിന് ഇത്തവണ വളരെയധികം ആളുകൾ എത്തുന്നതാണ് പറയുന്നത്. എന്തായാലും നമ്മളോടൊപ്പം തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ പ്രസിഡന്റ് കൂടിയുണ്ട്, സുന്ദർമേനോനുണ്ട്. കുറേ ആളുകൾ വരില്ലേ? തീർച്ചയായിട്ടും ഒരുപാട് ജനങ്ങൾക്ക് ആസ്വദിക്കാവുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ബഹുമാനപ്പെട്ട മന്ത്രിമാരും സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഒത്തൊരുമിച്ച് ചേർന്ന് എല്ലാ കാര്യങ്ങളും കാലേക്കൂട്ടി തന്നെ യോഗങ്ങൾ കൂടി ചർച്ച ചെയ്ത് എല്ലാം ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരുപാട് ജനങ്ങൾക്ക് അകത്ത് കയറിക്കൊണ്ട് തന്നെ കഴിഞ്ഞ പ്രാവശ്യം ചില അനിഷ്ട സംഭവങ്ങളുണ്ടായി. അതിൻ്റെ പശ്ചാത്തലത്തിൽ ചർച്ച ചെയ്തുകൊണ്ട് എല്ലാം അതീവ സുരക്ഷയോടുകൂടി ഞങ്ങളുടെ ഭാഗത്തുനിന്ന് എല്ലാ സഹകരണങ്ങളോടും കൂടി നടത്താം എന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാവർക്കും ആസ്വദിക്കാവുന്ന രീതിയിലുള്ള ഒരു പൂരമായിരിക്കും. എല്ലാവർക്കും ആസ്വദിക്കാനുള്ള ഒരു അവസരം ഇവിടെ ഒരുക്കുന്നുണ്ട് എന്നുള്ളതാണ് മറ്റു പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ആവേശം എല്ലാ ആളുകളുടെയും മുഖത്ത് എത്രയോ പൂരങ്ങൾ റിപ്പോർട്ട് ചെയ്ത പ്രേക്ഷകരിലേക്ക് അനുഭവങ്ങൾ എത്തിച്ച ലിഷോയുടെ എല്ലാവരും, കാരണം കഴിഞ്ഞ വർഷം അറിയാമല്ലോ നമുക്കില്ലേ, ഒരുപാട് ആശങ്കകളാണ്, എല്ലാ ചടങ്ങുകളൊന്നും പൂർത്തിയാകുന്നില്ല. അപ്പോൾ എല്ലാവരുടെയും മുഖത്തൊരു കാർമേഘം അങ്ങനെ കയറിയതുപോലെയായിരുന്നു. പക്ഷെ ഇതൊന്നുമല്ല, നല്ല തെളിവാർന്ന മുഖങ്ങളാണ് അവിടെ കാണാൻ കഴിയുന്നത്.